ഹലോ ആൻഡ് വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പഴത്തിൻ്റെ മധുരവും പൈനാപ്പിളിൻ്റെ ചെറിയ പുളിയും എല്ലാം കൂടി കൂടുമ്പോൾ ഇതൊരു നല്ല സ്വാദേറിയ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ ബനാന പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. ഇവിടെ ഒരു 120 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ ഏത്തക്കയുണ്ട്, അതൊരു 110 ഗ്രാം ഉണ്ട്. അത് ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരപ്പിനായി നമുക്ക് അരക്കപ്പ് തേങ്ങ എടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകമുണ്ട്. കൂടെ ഒരു പച്ചമുളക് കൂടി നമുക്ക് അരയ്ക്കാം. ഈ മിശ്രിതം നല്ലപോലെ മിക്സിയിൽ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. പുളിശ്ശേരി ഉണ്ടാക്കാനായി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ, ഏത്തപ്പഴം, കൂടെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മധുരത്തിന് ആവശ്യമായ കുറച്ച് ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഒഴിക്കാം. വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 1 കപ്പ് വെള്ളമുണ്ട്. ഈ സമയം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പുളിശ്ശേരിക്കുള്ള പഴവും പൈനാപ്പിളും ഒക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ പൈനാപ്പിളും ഏത്തപ്പഴവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ? നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചതാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ സമയം നമുക്ക് ചെക്ക് ചെയ്യാം. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ആഡ് ചെയ്യുവാണ്. പുളിശ്ശേരി ഇപ്പോൾ ഇവിടെ കുറുകിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈര് ഉടച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം സ്റ്റോവ് ഒന്ന് ഓഫ് ആക്കുകയാണ്. കാര്യം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തീ നന്നായിട്ട് കുറച്ചു. ഉടച്ചു വെച്ച തൈര് ഞാനിപ്പോൾ ചേർക്കുകയാണ്. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ തീ അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ
പുളിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് കടുക് താളിക്കണം. അന്നേരം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം. കടുക് താളിക്കാനായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായ പഴം പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സദ്യവട്ടത്തിനെല്ലാം വളരെ ഒരു നല്ല ഡിഷായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് സോ ലോങ്. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.